എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ നിലവിളക്ക് കത്തിക്കുമ്പോഴത്തേക്കുള്ള കാര്യങ്ങളാണ്. എല്ലാ ഭക്തജനങ്ങൾക്കും അറിയാം, നിലവിളക്ക് നമ്മൾ ഈ രണ്ടു നേരവും രാവിലെയും കത്തിക്കുന്ന ഭക്തജനങ്ങളുണ്ട് അല്ലേ. അപ്പോൾ കഴിവതും നിലവിളക്ക് കത്തിക്കാൻ വേണ്ടി നമ്മൾ ഈ പറയുന്ന പോലെ കടയിൽ നിന്ന് മേടിക്കുന്ന ലോക്കലായിട്ടുള്ള നല്ലെണ്ണകൾ ഒഴിവാക്കിയിട്ട് കഴിവതും എല്ലാ ഭക്തജനങ്ങളും വെളിച്ചെണ്ണ ഉപയോഗിച്ച് വിളക്ക് കത്തിക്കാൻ ശ്രമിക്കണം. അതേപോലെ തന്നെ നമ്മൾ നിലവിളക്ക് കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്ത് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോ, അതായത് നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും പൂജാമുറികൾ കാണും. ഈ പൂജാമുറിയിൽ നമ്മൾ ഫോട്ടോയുടെ ഫ്രണ്ടിൽ വെച്ച് വിളക്ക് കത്തിക്കരുത്. അപ്പോൾ അതിന്റെ ചൂട് അടിച്ചുകൊണ്ട് ഫോട്ടോ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫോട്ടോയുടെ കുറച്ച് മാറി വേണം നിലവിളക്ക് കത്തിക്കാൻ വേണ്ടി. ഇനി ചിലവർക്ക് എത്ര തിരിയിട്ട് കത്തിക്കണമെന്നൊരു ഒരു ഇത് കാണും. ചില ഭക്തജനങ്ങളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, തിരുമേനി എത്ര തിരിയിട്ടാണ് വിളക്ക് കത്തിക്കേണ്ടത്, 2 ആണോ 3 ആണോ 5 ആണോ എന്ന്. നമ്മൾ എപ്പോഴും വിളക്ക് കത്തിക്കുമ്പോഴത്തേക്ക് കിഴക്ക് പടിഞ്ഞാറ് 2 തിരിയിട്ട് വേണം വിളക്ക് കത്തിക്കാൻ. 2 തിരി, അതായത് ഒരു തിരി എടുത്തിട്ട് 2 ആക്കണം. എന്നിട്ട് ആ ഒരു തിരി ഇങ്ങനെ നമ്മൾ ഈ വെളിച്ചെണ്ണയാണോ നെയ്യാണോ എന്ന് വെച്ച് പിരിച്ചിട്ട് വെക്കുക. വിളക്ക് കത്തിക്കുമ്പോഴത്തേക്ക് ആരും തീപ്പെട്ടി കൊണ്ട് കത്തിക്കരുത്. തീപ്പെട്ടി നെഗറ്റീവ് ആണ്. ഒരു പുകയുള്ളതുകൊണ്ട് ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ലൈറ്റർ കൊണ്ടോ ഇല്ലെങ്കിൽ തീപ്പെട്ടി കൊണ്ട് കത്തിച്ചിട്ട് അത് മാറ്റി കുടിവിളക്ക് കൊണ്ട് കത്തിക്കുന്നതായിരിക്കും ഉത്തമം. അതേപോലെ തന്നെ കുറഞ്ഞ നല്ലെണ്ണ ഉപയോഗിച്ചൊന്നും വിളക്ക് കത്തിക്കരുത് ഭക്തജനങ്ങൾ. നമുക്ക് എപ്പോഴും വീടിനകത്ത് പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടി സാമ്പത്തികമുള്ള ഭക്തജനങ്ങളാണെങ്കിൽ ഈ പറയുന്ന പോലെ നെയ്യ് ഉപയോഗിച്ച് കത്തിക്കാം. അപ്പോൾ നിലവിളക്ക് കത്തിക്കുമ്പോഴത്തേക്ക് എത്ര തിരിയിട്ട് കത്തിക്കുക എന്ന് വെച്ചാൽ അതിനുള്ള ഒരു ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്ക് 5 തിരി, 5 തിരിയോ 2 തിരിയോ കിഴക്ക് പടിഞ്ഞാറിട്ട് വിളക്ക് കത്തിക്കാം. അപ്പോൾ കിഴക്ക് പടിഞ്ഞാറ് നമുക്ക് 5 തിരിയോ ഇല്ലെങ്കിൽ 2 തിരിയോ ഇട്ട് നമുക്ക് വിളക്ക് കത്തിക്കാം. കഴിവതും നമുക്ക് നിലവിളക്ക് കത്തിക്കാൻ നേരത്തേക്ക് എന്ത് ചെയ്യണം, നെയ്യ് ഉപയോഗിച്ച് കത്തിക്കാമെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. കാരണം വീട്ടിലെ നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി ആക്കാൻ വേണ്ടിയാണ് നമ്മൾ നെയ്യ് ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുന്നത്. പിന്നെ ഭക്തജനങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, പൂജാമറിയിലുള്ള എല്ലാ വിളക്കുകളും നിത്യം കഴുകി വെളുപ്പിച്ചതിന് ശേഷം മാത്രമേ വിളക്ക് കത്തിക്കാവുള്ളൂ. പിറ്റേ ദിവസം അതിനകത്ത് കിടന്ന തിരിയൊന്നും വൈകുന്നേരം വിട്ട് വിളക്ക് കത്തിക്കരുത്. അത് ശുഭമല്ല. അത് നമുക്ക് അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തും. ചില ഭക്തജനങ്ങൾ രാവിലെ വിളക്ക് കത്തിക്കും. വിളക്ക് കത്തിച്ചിട്ട് വൈകിട്ട് തിരി ഉണ്ട് അത്